വിൻഷാട്ടിന്റെ പേഴ്സണൽ ബ്യൂട്ടീഷ്യൻ ഞാനായതുകൊണ്ട് തന്നെ എന്തൊരു ഫംഗ്ഷന് പോകണ്ടെങ്കിലും ഈ ഒരു ചടങ്ങ് നിർബന്ധാട്ടാ. ചെറുതായിട്ട് ഇതേ ഫേസിലെ ഹെയർ ഒക്കെ ഒന്ന് എടുത്തു കൊടുത്തതാട്ടാ. ഫേസിലെ മാത്രല്ല പുരികൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോ വിൻഷാട്ടിന് ഇടാനുള്ള ഷർട്ടൊക്കെ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാനും പുറപ്പെട്ടു. എന്റെ സാരി ഇതേ നമ്മൾക്ക് കൊളാബിന് വന്നിട്ടുള്ള സാരി തന്നെയായിരുന്നു കേട്ടോ. ചാമേലിയൻ ചാർമിംഗ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ 7 സാരികളിൽ 4ാമത്തെ സാരിയാണ് കേട്ടോ ഇത്. നമുക്ക് ഉടുക്കാനൊക്കെ അത്രയും നല്ല സുഖമായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നല്ല കുഴഞ്ഞു കിടക്കുന്ന സാരിയാണ്. അതുപോലെ തന്നെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങും മെറ്റീരിയലും ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യാട്ട. സൂപ്പറാണ്. വിൻഷാട്ടിന്റെ ഒരു ആഗ്രഹം വിൻഷാട്ടിന് വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പൊ അതങ്ങോട്ട് സാധിച്ചു കൊടുത്തുട്ടോ. അല്ലെങ്കിൽ ഞാനല്ലെന്നും മിററിന്റെ മുന്നിൽ നിന്ന് വീഡിയോസ് എടുക്കാറ്. അങ്ങനെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ രാകേഷേട്ടന്റെ വീട്ടിലേക്ക് പോവാട്ടോ. രാകേഷേട്ടന്റെ വീട് ഇതേ നമ്മുടെ വിൻഷാട്ടിന്റെ വീടിന്റെ അടുത്ത് തന്നെയാട്ടോ. അവരൊക്കെ കളിക്കൂട്ടുകാരാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ബൈക്കുമ്പോൾ വന്നോണ്ട് എൻ്റെ മുടിക്ക് ആകെ അലങ്കോലമായി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചിക്കോർത്തി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ രാകേഷേട്ടന്റെ വീട്ടിലേക്ക് പോയിട്ടോ. കുട്ടേട്ടന്റെ വീട്ടിലായിരുന്നു വണ്ടി വെച്ചത്. അവിടെ എത്തിയ പാടെ തന്നെ വിൻഷാട്ടിന്റെ അമ്മേനെയും ഉണ്ണോളേനൊക്കെ കണ്ടപ്പോൾ തേജു ഇതേ ഫുഡ് കഴിക്കാൻ അവരുടെ ഒപ്പം ഇരുന്നോട്ടോ. പിന്നെ ഞാനായിട്ട് കുറവ് വരുത്തരുതല്ലോ. അപ്പൊ പിന്നാലെ ഞാനും ഇരുന്ന് കഴിക്കും. ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ വിൻഷാട്ടിന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടോ. വിളമ്പാനൊക്കെ നിന്നു. അങ്ങനെ ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഐസ്ക്രീം കഴിക്കാനാട്ടോ ഞാൻ ഇരിക്കണത്. അപ്പൊ നീതു ഇവിടെ ഇരുന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് പിള്ളേർക്ക് എയറോപ്ലെയിൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ പിള്ളേരും ഇത് അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓരോരുത്തരും ഓരോ ടിഷ്യൂ പേപ്പർ എടുത്ത് വന്നിട്ട് എയറോപ്ലെയിൻ ഉണ്ടാക്കി എറിഞ്ഞ് കളിക്കലായിരുന്നു പണി. പിന്നെ അവിടെ നിന്നാൽ നമുക്ക് ചിലപ്പോൾ ആൾക്കാരെ നടി കിട്ടിയെന്ന് വരും. കഴിക്കണവരുടെ മേത്തേക്കൊക്കെ ആയിരുന്നു എറിയണത്. അപ്പൊ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ കുട്ടേട്ടന്റെ വീട്ടിൽ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു വെള്ളമൊക്കെ കുടിച്ചു. കുറെ നേരത്തെ കുട്ടേട്ടന്റെ വീട്ടിലിരുന്ന് വർത്താനം പറയൽ തന്നെ ആയിരുന്നു കേട്ടോ പണി. കാരണം വിൻഷാട്ടിനൊക്കെ വിളമ്പാൻ നിൽക്കാറുന്നില്ല. അങ്ങനെ വിൻഷാട്ടിന് വന്നപ്പോൾ നമ്മളിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോരാട്ടം ചെയ്ത്. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.